ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗ്രേവിയോട് കൂടിയ ചില്ലി സോയയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ചിക്കൻ ചില്ലി കഴിക്കാറില്ല, അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് സോയ ചില്ലിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും അതുപോലെ കുബൂസിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയും പിന്നെ മന്തി, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചില്ലി സോയയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇനി നമുക്ക് സോയാ ചില്ലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1.5 കപ്പ് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോയാബീനിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സോയാബീൻ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സോയാബീനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സോയാബീനിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സോയാബീൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് സോയാബീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോയാ ചില്ലിയിലോട്ട് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളക് നടുകീറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം വെല്ലുള്ളിയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കാര്യം ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇതിൽ ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം സോയാ സോസിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവറിൻ്റെ മിക്സാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയിലിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചെടുത്തതിന് ശേഷം ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്പം കൂടി ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രത്തോളം ഗ്രേവി ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്തരമുള്ള വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോയ ചില്ലിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പൊറോട്ടയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെയും മന്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഞാനിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനൊരു എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഒരു വട്ടയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.